ആയിടക്കാണ് ഹജ്ജ് തീർത്ഥാടകരെ പോലും കടലിന്റെ ആഴങ്ങളിൽ തള്ളിയെറിഞ്ഞ് ക്രൂരതയുടെ പരിഹാരമായ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡി ഗാമ 1498 കാപ്പാട് കപ്പലെത്തുന്നത്. പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങൾ അഗ്നിക്കിരയായപ്പോൾ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോൾ പോർച്ചുഗീസുകാരെതിരെ സന്ധിയില്ലാ സമരവുമായി മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ജീവൻ നടന്നപ്പോൾ ഭാരതത്തിന്റെ മണ്ണിൽ വിളിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിലാണ് മാലമൂലികളെ പരിരക്ഷിച്ചുകൊണ്ട് പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആചാരങ്ങളെയും അനാചാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരം സമ്മാനിച്ച മുറിപ്പാടുകളിൽ മുളക് പൊട്ടി വിതറി ഐക്യസംഘം എന്ന പേരിൽ വിദഗ്ധക്കാർ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. വിദഗ്ധക്കാർ അവരുടെ ആശയപ്രചരണം തുടങ്ങിയപ്പോൾ വിദഗ്ധനെ പ്രതിരോധിക്കുന്നത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാധീനരായ പണ്ഡിതരാൽ 1926 സമസ്തയെ രൂപീകരിച്ചു. വിദഗ്ധനെ പിടിച്ചു കെട്ടുന്നത്, വിദഗ്ധനെ പ്രതിരോധിക്കുന്നത് സമസ്ത വിജയിക്കുകയും ചെയ്തു. വിദഗ്ധക്കാരുടെയും കൊള്ളത്തരീക്കത്തുകാരുടെയും വൈദ്യപീഠമോ തള്ളക്കോയിട്ടന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സമസ്തയെ ഉമ്മത്തിനെ ചേർത്ത് നിർത്തി. 1950-കളിൽ സമസ്തയുടെ ചരിത്രത്തിൽ തങ്കലിവുകളായി രേഖപ്പെടുത്തിയ വർഷമായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതും ഈ വർഷത്തിലാണ്. 10,000 പേരും മദ്രസയിൽ 1 ലക്ഷത്തോളം വരുന്ന അധ്യാപകർക്ക് കീഴിൽ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന അതിസുന്ദരമായ സംവിധാനം. മതപഠനത്തിൽ മാത്രമായിരുന്നില്ല സമസ്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മുസ്ലിം ഉമ്മത്തിന് എല്ലാ കാര്യത്തിലും സമസ്ത കൃത്യമായ ദിശാബോധം നൽകി. മുസ്ലിം ഉമ്മത്ത് എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിടുന്നോ അപ്പോഴൊക്കെ സമസ്ത മുന്നിൽ നിന്ന് പ്രതിരോധം തീർന്നു. 1950-കളിൽ നടുക്കുന്ന ഓർമ്മകൾ അപ്പവും മരുന്നും അരിച്ചാക്കും പഴച്ചാക്കും നൽകി ക്രിസ്ത്യൻ മിഷണറിമാർ മലപ്പുറം ജില്ലയിലെ ഏതാനും മുസ്ലിം കുടുംബത്തിലെ മതം മാറ്റിയപ്പോൾ സമസ്തയുടെ നായകനായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ അന്ന് പാതിരിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രഭാഷണം അന്ന് ഭക്തിക്കാരെ പോലും ഫലിച്ചു കൊല്ലുന്നു. ഇന്ന് സമസ്ത പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. സുന്നി അഫ്ഗാനും സത്യദാരിയും അൽമുഅല്ലിമും ആദർശപ്രചരണം നടത്തുമ്പോൾ കുരുന്നുകളും സന്തുഷ്ട കുടുംബവാസികളെ വിട്ടുപോയ വിളക്കുകൾ വിളക്കി ചേർക്കുകയാണ്. സുപ്രഭാതമാവട്ടെ നീതിയുടെ പക്ഷത്തു നിന്ന് അനീതിക്കെതിരെ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു.